ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളെല്ലാവരും റെഡി ആയിരിക്കുകയാണ് പുറത്തോട്ട് പോകാൻ വേണ്ടി. പാത്തോടെ രാവിലെ കരച്ചിലാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് കുത്തബ്ഷാഹി മസ്ജിദിലാണ് പോകുന്നത്. പിന്നെ വളരെ പ്രശസ്തമായ ഗോൽക്കൊണ്ട ഫോർട്ടിലും പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അടുത്തും കൂടെ പോകുന്നുണ്ട്. എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഇത് പോകുന്ന വഴി തന്നെ നമുക്ക് തീരുമാനിക്കും. കാരണം ഈ രണ്ട് സ്ഥലത്ത് പോകാൻ വേണ്ടി നമുക്ക് അധികം ടൈം വേണ്ട. നമുക്കൊരു 3 മണി 4 മണിക്കുള്ളിൽ ഈ രണ്ട് സ്ഥലവും കവർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞങ്ങൾ ആദ്യം രാവിലെ ഇറങ്ങി എന്തായാലും ഒരു നാസ്ത ആക്കിയിട്ട് നേരെ ആദ്യം കുത്തബ്ഷാഹിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് നേരെ ഗോൽക്കൊണ്ട ഫോർട്ട് കയറും. അത് രണ്ടിന് ശേഷം എവിടെയെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി വീഡിയോ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നാസ്ത ആക്കാൻ വേണ്ടി നേരെ കാണുന്ന ഷോപ്പിലാണ് പോണത്. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ ഹൈദരാബാദ്. അതായത് നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അല്പം അധികം ചൂടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിന്ന് വന്നിട്ടുള്ള അപ്പം കുത്തബ്ഷാഹി ടോംസിലാണ്. 7 ഇതേപോലത്തെ മിനാരങ്ങളുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റിയത്. 1626-നും 76-നും ഇടയിൽ കുത്തബ്ഷാഹി എന്ന് പറയുന്ന അന്ന് ഇവിടെ ഭരിച്ചിരുന്ന മുഗൾ രാജാവ് ഉണ്ടാക്കിയ ഒരു അവരുടെ 7 മന്ദിരങ്ങളിൽ ഒന്നാണിത്. ആ സമയത്ത് ഇതേപോലെ ഒരു ബിൽഡിങ്ങൊക്കെ എങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഇന്നത്തെ കാലത്ത് പോലും വളരെ പ്രയാസപ്പെട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അന്ന് അത്രയും ടെക്നോളജീസ് മാത്രം, ചുരുക്കം ടെക്നോളജീസ് മാത്രം ഉള്ള സമയത്ത് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഇമ്പോസിബിളായിട്ടൊക്കെ തോന്നും. ഈ 2000-ന് ശേഷം ഇതിൻ്റെ ചെറിയ രീതിയിൽ എന്തോ അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഒഴിച്ചാൽ ഈ ബിൽഡിങ്ങുകളെല്ലാം ഇതേപോലത്തെ 7 ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാക്കിയത് ആ കാലഘട്ടത്തിലാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം കാണാം. ഓക്കെ, ഉൾവശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ എങ്ങനെ ആ കാലത്ത് പാടുന്നത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതമായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിനകത്ത് സെൻട്രലായിട്ട് തന്നെ ഒരു ഖബറുണ്ട്. ആരുടെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഒരു സെൻറ്ററിൽ തന്നെ ഒരു ഖബറും കൂടെ കാണാം. ഇതേപോലുള്ള 7 ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തേൻ്റെ ഉള്ളിൽ മാത്രമേ ഇതുവരെയും കയറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് കാണാം. ഇതേപോലുള്ള ചെറിയ ചെറിയ ഇടനാഴികൾ ഇതിൻ്റെ എല്ലാം ഉള്ളിക്കൊണ്ടുണ്ട്. കണ്ട ഇരുട്ടാണ്, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ 4 സൈഡിലും ഇതേപോലെ ചെറിയ ചെറിയ ഇടനാഴികൾ. സംഭവം കൊള്ളാമല്ലേ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. പിന്നെ ഈ കാണുന്നതിനകത്ത് ഈ മെയിനായിട്ട് ഫ്രണ്ട് വ്യൂ കാണുന്ന ഈ മെയിനായിട്ടുള്ള ഈ മ്യൂസിയം അബ്ദുള്ള ഖുത്തബ്ഷായുടെ ഖബറാണ് അതിനകത്തുള്ളിലുള്ളത് എന്നറിയാൻ സാധിച്ചത്. ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു ഡീറ്റെയിൽസ് വായിച്ചെടുത്തതാണ്. ഈ മെയിനായിട്ട് നമ്മൾ എൻട്രൻസിൽ കാണുന്ന ഈ ആദ്യത്തെ മ്യൂസിയവും അതിൻ്റെ അകത്തുള്ള ഖബർ മ്യൂസിയം ഓഫ് സുൽത്താൻ മുഹമ്മദ് ഖുത്തബ് ഷാ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതിനെ ഓരോന്നും കാണാൻ പോണത് ഫാത്തിമ സുൽത്താന മ്യൂസിയം ഓഫ് ഖുത്തബ് മുഹമ്മദ് ഖലി ഖുത്തബ് ഷാ. പിന്നെ ഒരെണ്ണം മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് ആണത്. അത് മിർസ നിസാമുദ്ദീൻ അഹമ്മദ്. ആൻഡ് വേറെ ഒന്നുള്ളത് ഒരു കമാൻഡേഴ്സ് ഓഫ് മ്യൂസിയം. ഇതിൻ്റെ ഇതിലൊക്കെ കമാൻഡേഴ്സിൻ്റെ പേരിലും ഒരു മ്യൂസിയം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു പിന്നെ ഫ്യൂണറി മ്യൂസിയം, ഒരു മോസ്ക് ഉണ്ട് ഫ്യൂണറി ചെയ്യുന്ന ഫ്യൂണററി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പള്ളിയുണ്ട് അവിടെ. ഇതെല്ലാം നമുക്ക് പുറകെ കാണാം. ഓക്കെ, മനോഹരമായ പുൽത്തകിടികളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി കോമ്പൗണ്ട് തന്നെയാണ് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. സംഭവം കൊള്ളാം. സർക്കാർ ഇത്രയും നല്ല രീതിയിൽ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മളുള്ള നാട്ടിലുള്ള സർക്കാരും ഇതേപോലെയൊക്കെ തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കനാലുകളൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ ഇട്ടിരിക്കുകയാണ്. ആ കനാലുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റിനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവരെ ഒരു മ്യൂസിയം ചെയ്തിരിക്കുന്നതാണ്. മ്യൂസിയത്തിൽ ഞാനിപ്പം ഫസ്റ്റ് തുടക്കം കാണിക്കാം നിങ്ങളെ. ഇത് അവർ റിപ്പയറിങ്ങിന് ശേഷമുള്ള അവരുടെ ഖബറിടങ്ങളുടെയൊക്കെ എല്ലാം ഫോട്ടോസാണ്. ഇത് നമ്മുടെ 2013, 14, 16 കാലഘട്ടത്തിലാണ് ഈ റിപ്പയറിങ്ങുകളൊക്കെ നടന്നത്. റിപ്പയറിങ് നടന്നതിന് ശേഷമുള്ള ഫോട്ടോസൊക്കെയാണ്. കണ്ടോ, ഇത് നമ്മുടെ ഈ കാലത്താണ് ഈ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളും കാര്യങ്ങളും വെച്ച് ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ അപ്ഡേഷൻസും നടന്നിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇത്രയൊന്നും
നമ്മുടെ എന്തുവാ ടെക്നോളജീസ് ഇല്ലാത്ത കാലത്ത് നമ്മൾ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അല്ലേ. ഇങ്ങനെ ഇരുന്ന ഇതായിരുന്നു എൻ്റെ കറക്റ്റ് പഴയ പരുവം. അത് അപ്ഡേഷൻ കൊടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ കവർ ഇച്ചിരി ഉയരം കൂട്ടി ഇതായിരുന്നു ആ കവർ. എങ്കിൽ ആ കവറിന് ഇച്ചിരി ഉയരം കൂട്ടി അവർ അത് സൈഡൊക്കെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്തു. ഇതേപോലെ തന്നെ അത് ഈ കാണുന്നതല്ല, അതിൻ്റെ പഴയതും പുതിയതുമായിട്ടുള്ള ഒരു വേരിയേഷൻസ് അങ്ങനെ 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 ഒരുപാടുണ്ട്. ഏതാ ഏതാ ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഈ ഒരെണ്ണം ഇത് മിസ്സായിട്ടുള്ളതായിരിക്കാം, പക്ഷേ അവിടെ അത് പുതിയത് പണിത് വെച്ചു. ഇനി ഇതിൻ്റെ പഴയ ഗോപുരങ്ങളൊക്കെ അപ്ഡേഷൻസ് ആക്കി. ഇത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതിൻ്റെ പഴയ രൂപവും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം 2010-11 കാലഘട്ടത്തിൽ ഞാൻ ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തതാണ്. അന്ന് എനിക്കിതിൻ്റെ പഴയ ഇതെല്ലാം എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് ഇപ്പോഴും. കാണിക്കാൻ പറ്റില്ല. ഇത് അതിൻ്റെ അപ്ഡേഷൻ ചെയ്തവരുടെ ഒരു ഫോട്ടോ അവർ മ്യൂസിയത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത്രയും പേര് ചേർന്നാണ് അതിൻ്റെ അപ്ഡേഷൻസ് നടത്തിയിരിക്കുന്നത്. ക്രാഫ്റ്റ് ആൻഡ് ബേസ്ഡ് കൺസർവേഷൻ. ഓക്കെ, ആണ് നമ്മൾ ആ പൂർത്തീകരിക്കാത്ത നിസാമുദ്ദീൻ അങ്ങനെ എന്തോ എഴുതിയിരുന്ന രാജാവിൻ്റെ ഖബർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നോക്കി കണ്ണിനെ കൊണ്ട് നോക്കിയിട്ട് കാണാം, ചിലപ്പോൾ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ല. ഇതാണ് പൂർത്തീകരിക്കാത്ത ഒരെണ്ണം ആ കൂട്ടത്തിലുള്ള. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തോട്ട് പോവാം. ഇതാണ് ഖബറുകൾ. ആ പൂർത്തീകരിക്കാത്ത ടോംസിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇവിടുന്ന് നോക്കുന്ന വ്യൂസാണ്. പക്ഷെ എന്നെയൊക്കെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഈ കരിങ്കൽ ഇത് കണ്ടോ, ഇതിങ്ങനെ കെട്ടി 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 മുകളിലേക്ക് ഇങ്ങനെ അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി. ആ കാലത്ത് ഇത് എങ്ങനെ പണി കഴിപ്പിച്ചു എന്നുള്ളതാണ്. ഈ മുകളില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മെല്ലുണ്ട്, പ്രാവിൻ്റെ കാഷ്ടമൊക്കെ വീണിട്ടാണെങ്കിലും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാണ് വേറൊരു ടോംസ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അതേ വേറൊരെണ്ണമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഇത് എനിക്ക് തോന്നുന്നു 1, 2, 3, 4 എണ്ണം 4 സൈഡിലായിട്ടാണ്. മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ സ്തൂപങ്ങളെല്ലാം ഒരിക്കലും ഇപ്പം ഒരു കോൺഫറൻസ് ഹാളോ ആ സമയത്തെ അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇതെല്ലാം അവരുടെ തന്നെയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എല്ലാം ഖബറുകൾ, അവരുടെ ഖബറുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഓരോ സ്തൂപങ്ങളാണ്. അതിൽ ഇപ്പം ഞാൻ ഒരെണ്ണത്തിനകത്ത് കയറിയപ്പോൾ കണ്ടതാണ് ഈ 3 ഖബറുകൾ. അതിൻ്റെ ഇപ്പുറത്ത് പക്ഷേ നിങ്ങൾ കാണണം ഒരു ചെറിയൊരു ഖബർ കെട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല എനിക്ക്. അതിനകത്തൊന്നും അവർ വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആരൊക്കെയോ പൂക്കളും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ഖബറാന്ന് തോന്നുന്നു. കാരണം ഇത്രയും ചെറിയൊരു ഖബറായിരിക്കണമെങ്കിൽ അതെപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ഖബറായിരിക്കും. അതിനകത്ത് വലിയ അപ്ഡേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു ഖബറാണെന്നുള്ളതിനകത്ത് ഷുവറാണ്. നമ്മളീ കാണുന്നുണ്ടോ 2 സ്തൂപങ്ങൾ അടുപ്പിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ആരുടെയാണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്? കുത്തുബ് ഷാ, അതായത് ഇവിടുത്തെ ഈ രാജാവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ രാജാവിൻ്റെ നമ്മൾ കാണിച്ചായിരുന്നല്ലോ, ആ രാജാവിൻ്റെ ഫിസിഷ്യന്മാരുടെ 2 ഖബറിടങ്ങളാണ് ഈ അപ്പുറത്ത് 2 ഇതിലായിട്ട് ചെയ്തിരിക്കുന്നത്. 2 ഗിലാനി എന്തോ ഒരു ഗിലാനി അങ്ങനെ എന്തോ പേര് കണ്ട ഞാൻ. അവരുടെ 2 ഖബറിടങ്ങളാണ് ഈ 2 പേരുടെയാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കമാൻഡേഴ്സ് മ്യൂസിയം, അവരുടെ കമാൻഡേഴ്സിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇതിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാം. ഇത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവർ. ഞാൻ സൂം ചെയ്യുന്നത് നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ സൂം ചെയ്യുമ്പോൾ ഇച്ചിരി കളർ ഫെയ്ഡായിട്ടുള്ളതും കളർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കളർ ഫെയ്ഡായിട്ടുള്ളത് അതിൻ്റെ പഴയ കൊത്തുപണിയാണ്. അതിനുശേഷം ഇച്ചിരി കളറിൽ വന്നിരിക്കുന്നത് അതിന് ശേഷം ഇവർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അവർ അത് കണ്ടിന്യൂവേഷൻ ചെയ്ത് എടുത്തതാണ്. അങ്ങനെ പണി നമുക്ക് ഈ അടുത്ത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തെടുത്താണ്. കാരണം എന്നും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങളാണ്. ഇതൊക്കെ നിലനിൽക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ അപ്ഗ്രേഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും ഇത് അവരുടെ കമാൻഡേഴ്സിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു സ്തൂപമാണ് കാണുന്നത്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് ആയിട്ട് തോന്നിയത് ഇതാണ്. എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കണം. ഇതിൻ്റെ അപ്ഡേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ അതിൻ്റെ മിനുക്ക് പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് അവരുടെ ഫോളിംഗ് ദർബാർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഫോളിങ്ങിന് വേണ്ടി അന്നത്തെ കാലത്ത് രാജാവ് ഫോളിന് വിളിക്കുമ്പോൾ വരണമല്ലോ, അതിൻ്റെ
ഒരു സ്ഥലമായിട്ടാണത് എഴുതി അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കും അറിയില്ല അതിനെക്കുറിച്ച്. കുത്തുബ് ഷായുടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. കൺസ്ട്രക്ഷൻ ഏരിയ അല്ലേ? അതായത് ഈ ബിൽഡിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അതേപോലെ നമ്മുടെ സിമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, കട്ടകളുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഐറ്റംസ് അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന അന്നത്തെ ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ട ഇതേപോലുള്ള സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നിടത്തേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത്. അതിന് വേണ്ട സ്ഥലം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അതിന് ശേഷം അവിടെ നിന്ന് നേരെ ഞാൻ പോകുന്നത് ഇവിടെ അടുപ്പിച്ച് ഇതുണ്ട് നോക്കി, 1 2 3 4 5 ഇത് ഒരുപാട് ഡോഗ്സ് ഉണ്ട്. ഇതെന്താണെന്നുള്ളത് നമുക്കിപ്പോൾ അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ പറയാം ഞാൻ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ സ്തൂപം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹൈദരാബാദിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം നമുക്ക്. അതിന് നേതൃത്വം കൊടുത്ത കുത്തുബ് ഷാ പരമ്പരയിലെ 4ാമൻ പുള്ളിയുടെ ഖബറിടമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഹൈദരാബാദ് എന്ന് പറയുന്നൊരു ഇത്രയും വലിയ മഹാനഗരം ഉണ്ടാകുന്നതിന് നേതൃത്വം കൊടുത്ത പുള്ളിയുടെ ഖബറിടമാണിത്. എന്തായാലും നമുക്ക് അതും കൂടെ കാണാം. ഇവിടെ ചെരുപ്പ് അകത്തിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെരുപ്പ് പുറത്ത് തന്നെ ഇടണം. ഈ കാണുന്ന ഈ ഖബർ ഇത് പുള്ളിയുടെയാണ്. നമ്മുടെ കുത്തുബ് ഷാ പരമ്പരയിലെ 4ാമൻ പുള്ളിയാണ് നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്ന ഈ നഗരം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തത്. കണ്ടില്ലേ, എൻ്റെ ഈ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്ന ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുക. സത്യം പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഞൂണ്ട് കയറിയതാണ്. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, അതിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ്. ഇത് ഇതേപോലെ വലിയ വലിയ തൂണുകൾ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡിങ് നിലകൊള്ളുന്നത്. ഇതിൻ്റെ അകത്തും ഒരു ഖബറുണ്ട് കേട്ടോ. ആശ്ചര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഖബറുണ്ട്. പക്ഷെ ഇതൊന്നും ആരെയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും. സെൻറ്ററിലായിട്ടൊരു ഖബറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഇതൊന്നും വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു പോലും തന്നിട്ടില്ലായിരിക്കും. ഇതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കുത്തബ് ഷാഹി? കൊള്ളാം. പഴയ യുദ്ധം ചെയ്ത ആൾക്കാർ ഖബറടകങ്ങളും എല്ലാം ഇവിടെയൊക്കെ ഉണ്ട്. ഹൈദരാബാദിന്റെ ഒരുപാടുണ്ട് ഇവിടെ. ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആ രാജവംശത്തിലെ എല്ലാ ആൾക്കാരുടെയും എനിക്ക് തോന്നുന്നു. പിന്നെ 4ാം തലമുറയിലെ രാജാവിന്റെ ഖബറൊക്കെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ കയറണമെങ്കിൽ നമ്മളെ ചെരുപ്പൊന്നും ഇല്ലാതെ കയറ്റുന്നത്. പിന്നെ അപ്പുറത്തും അതൊരു ഖബറൊക്കെ ഉണ്ട്. ഇത് അവിടേക്കൊന്നുമില്ല, നമ്മൾ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഇരിക്കുന്നതിന്റെ അവിടെയൊക്കെ ഇനിയും പണ്ട് യുദ്ധം ചെയ്തവരുടെ ഖബറൊക്കെ ഉണ്ടാകുന്ന പോലും അറിയത്തില്ല. ഓഹോ, അത് പുതിയ കാര്യമാണ്. എന്തായാലും കുത്തബ് ഷാഹിയുടെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഗോൾക്കൊണ്ട ഫോർട്ടാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. കാരണം ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആയി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തബ് ഷാഹി, നിങ്ങൾ ഹൈദരാബാദ് വരുന്നവരാണെങ്കിൽ കുത്തബ് ഷാഹിയിൽ ഒരു തവണയെങ്കിലും വന്ന് ഈ അത്ഭുതങ്ങളൊക്കെ ഒന്ന് കാണുക. കാരണം 4 നൂറ്റാണ്ട് മുമ്പേ ഇതേപോലെയുള്ള സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചു ഇത് കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ വന്ന് ഡയറക്റ്റ് കാണുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, വരാൻ പറ്റുന്നവരൊക്കെ വരിക. വരാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളിതെല്ലാം നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.